മുട്ടിൽ മരമുറി കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാനാണ് സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. പിടിച്ചെടുത്ത മരങ്ങൾ കുപ്പാടി ഡിപ്പോയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, കോടതി ഇങ്ങനൊരു വിധി പറയുമ്പോൾ അത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയല്ലേ? തീർച്ചയായും ജില്ലയിലെ, അതായത് വയനാട് ജില്ലയിലെ മുട്ടിൽ സൗത്ത് വില്ലേജിലാണ് വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു വലിയൊരു മരമുറി കേസ് നടന്നത്. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവുകൾ മറയാക്കിയാണ് ആദിവാസികളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും 100-ലധികം വരുന്ന സംരക്ഷിത ഈട്ടിമരങ്ങൾ ഈ പ്രതികൾ മുറിച്ചു കടത്തിയത്. അഗസ്റ്റിൻ, റോജിക്കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവരടക്കമുള്ള 3 സഹോദരങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ. 64-ന് ശേഷം, അതായത് 1964-ന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയതോ സ്വയം കിളർത്തതോ ആയ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന 2020-ലെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവാണ് ഈ പ്രതികൾ ദുരുപയോഗം ചെയ്തത്. പിന്നീട് ഈ വിവാദ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും പ്രതികൾ ഈ മരങ്ങൾ മുറിച്ച് കടത്തുകയായിരുന്നു. ഏതായാലും ഈ 500-ലധികം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ വരെ ഇവർ മുറിച്ചു കടത്തിയിട്ടുണ്ട് എന്നുള്ളതും കോടതി കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇതിലാണ് ഇപ്പോൾ പ്രതികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ഏതായാലും നിലവിൽ 4 കോടിയിലധികം രൂപ വരുന്ന വിപണി മൂല്യം വരുന്ന മരങ്ങളാണ്, കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ വിൽക്കാമെന്ന് സുൽത്താൻ ബത്തേരിയിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും പ്രതികൾക്ക് ഇക്കാര്യത്തിൽ തിരിച്ചടിയാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മായ അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുട്ടിൽ മരമുറി കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. കോടതി അനുമതി പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ്.